നമസ്കാരം. ട്രംപിനും മരണഭയമോ? വിദേശ പര്യടനത്തിനിടെ ട്രംപ് വിമാനം മാറ്റി യാത്ര ചെയ്തതാണ് ഇത്തരമൊരു അഭ്യൂഹങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഇപ്പോൾ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തുർക്കിയിലെത്തിയ ട്രംപിന്റെ മടക്കയാത്ര US രഹസ്യാന്വേഷണ വിഭാഗമായ സീക്രട്ട് സർവീസിന്റെ അടിയന്തര സുരക്ഷാ നിർദ്ദേശത്തെ തുടർന്ന് വിമാനം മാറ്റിയാണ് ക്രമീകരിച്ചത്. വിദേശ പര്യടനത്തിനായി ഉപയോഗിച്ച പുത്തൻ ആഡംബര വിമാനം ഒഴിവാക്കി പഴയ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലാണ് ട്രംപ് തുർക്കിയിൽ നിന്ന് മടങ്ങിയത്. ഖത്തർ ഭരണകൂടം ട്രംപിന് സമാനമായി നൽകിയ പുതിയ അത്യാധുനിക വിമാനം സുരക്ഷാ കാരണങ്ങളാൽ തുർക്കിയിൽ നിന്നുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നില്ല. ഖത്തർ ഭരണകൂടം ട്രംപിന് സമാനമായി നൽകിയ പുതിയ ബോയിങ് 7478 വിമാനം നേരത്തെ തന്നെ ബ്രിട്ടനിലേക്ക് അയച്ചിരുന്നു. തുർക്കിയിൽ നിന്ന് പഴയ വിമാനത്തിൽ ബ്രിട്ടനിലെ സഫോക്കിലുള്ള RAF മിൽട്ടൺ ഹാൾ വ്യോമതാവളത്തിൽ വന്നിറങ്ങിയ ശേഷമാണ് ട്രംപ് പുതിയ വിമാനത്തിലേക്ക് മാറി വാഷിംഗ്ടണിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സൈനികർക്ക് പുതിയ വിമാനം കണ്ടു മനസ്സിലാക്കാൻ അവസരം നൽകാനാണ് അത് ബ്രിട്ടനിലേക്ക് നേരത്തെ അയച്ചതെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ വിശദീകരിച്ചത്. എന്നാൽ ഔദ്യോഗിക വിശദീകരണങ്ങൾക്കപ്പുറം പുതിയ വിമാനത്തിന്റെ സുരക്ഷാ സവിശേഷതകളിലെ കുറവാണ് വിമാനം മാറ്റാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന ഇറാനെതിരെ അമേരിക്ക പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഈ വിമാനമാറ്റം അതീവ പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വീക്ഷിക്കുന്നത്. പുതിയ വിമാനത്തിന് പഴയ വിമാനത്തേക്കാൾ സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണെന്ന് പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ നിന്ന് വിമാനം പറന്നു വരുന്ന സമയത്ത് യാതൊരു വിശദീകരണവുമില്ലാതെ പ്രസ് ക്യാബിനിലെ ജനൽ കർട്ടനുകൾ താഴ്ത്തിയിടാൻ മാധ്യമപ്രവർത്തകരോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ആശങ്ക ഇരട്ടിയാക്കി. ഇറാൻ തന്നെ വധിക്കാൻ പദ്ധതിയിടുന്നതായി ബുധനാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് വെളിപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഈ നാടകീയ നീക്കങ്ങൾ. ബുധനാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ ഇറാൻ നടത്തുന്ന വധശ്രമങ്ങളെക്കുറിച്ച് ട്രംപ് പരസ്യമായി തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവർക്ക് എന്നെ ഇല്ലാതാക്കണം, ഞാൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്, ഇതുവരെ എനിക്ക് അല്പം ഭാഗ്യമുണ്ടായിരുന്നു, പക്ഷേ അത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ ട്രംപിന് നേർക്ക് പരസ്യമായി കൊലവിളി മുദ്രാവാക്യങ്ങൾ ഇറാനിലെ പ്രതിഷേധക്കാർ മുഴക്കിയിരുന്നു. ടെഹ്റാനിലെ തെരുവുകളിൽ അമേരിക്കൻ പതാകകൾ കത്തിച്ച പ്രതിഷേധക്കാർ ട്രംപിന്റെ മുഖത്തിന് മുകളിൽ ചുവന്ന വരകൾ വരച്ച പോസ്റ്ററുകൾ ഏന്തിയാണ് പ്രകടനം നടത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലകൾ ഉരുളും എന്ന മുന്നറിയിപ്പും പോസ്റ്ററുകളിലുണ്ടായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരുടെ ചിത്രങ്ങളും ഇത്തരത്തിൽ അവർ ഉയർത്തിക്കാട്ടിയിരുന്നു. ട്രംപിന്റെ ഡമ്മി ചിത്രങ്ങൾ തെരുവിൽ കെട്ടിത്തൂക്കുകയും അമേരിക്കൻ പതാകകൾ കത്തിക്കുകയും ചെയ്തിരുന്നു. ഇക്കൂട്ടത്തിൽ 2020 ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ജനറൽ ഖാസിം സുലൈമാനിയെ US ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത് മുതൽക്കേ ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കം നടത്തുന്നുണ്ട്. ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനെ വധിക്കാൻ $3 ലക്ഷം വാഗ്ദാനം ചെയ്ത റവല്യൂഷണറി ഗാർഡ് ഏജന്റിനെതിരെ US നേരത്തെ കുറ്റം ചുമത്തിയിരുന്നു. മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും കനത്ത സർക്കാർ സുരക്ഷയിൽ തന്നെയാണ് കഴിയുന്നത്. തുർക്കി വിട്ടതിനു ശേഷം പുതിയ വിമാനത്തിൽ വെച്ച് നമ്മൾ നേരിടുന്നത് വികൃത മനസ്സുള്ള നീചന്മാരെയാണെന്ന് ട്രംപ് ഇറാനെ വിശേഷിപ്പിച്ചിരുന്നു. ഞാൻ എപ്പോഴും അവരുടെ ഭീഷണിയിലാണ്, അവരുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമനാണെന്നുമായിരുന്നു ട്രംപ് കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ വർഷമാണ് ഖത്തർ പുതിയ വിമാനം ട്രംപിന് സമ്മാനമായി നൽകിയത്. ചുവപ്പ്, വെള്ള, നേവി ബ്ലൂ നിറങ്ങളോടുകൂടിയുള്ള ഈ വിമാനം ജൂലൈ 1 ആദ്യ സർവീസ് നടത്തിയത്. എന്നാൽ ഒരു വിദേശ രാജ്യം ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വിമാനം US പ്രസിഡന്റിന് സമ്മാനമായി നൽകിയതിനെതിരെ അമേരിക്കയിലും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു.